മെൻസ് അസോസിയേഷൻ മാലയിട്ട് സ്വീകരിച്ച സവാദ് ഒടുവിൽ വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു. KSRTC ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് സവാദ്. നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് അന്ന് പരാതി ഉയർന്നത്. പിന്നാലെ സവാദ് എന്ന വ്യക്തി അറസ്റ്റിലായതും തുടർന്ന് പരാതിക്കാരി നേരിടേണ്ടി വന്ന സൈബർ ആക്രമണവും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരാതിക്കാരി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അന്ന് പങ്കുവച്ചിരുന്നു. കേസിൽ അറസ്റ്റിലായി പിന്നീട് ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകിയതും വാർത്തയായിരുന്നു. ഒരു സ്ത്രീ താൻ അപമാനിക്കപ്പെട്ടുവെന്ന് തുറന്നു പറയുമ്പോഴേക്കും മറു ചോദ്യങ്ങളുമായി ഓടിക്കൂടുന്നവരുടെ ഒരു നീണ്ട നിരയും അന്ന് മലയാളിക്ക് കാണാൻ കഴിഞ്ഞു. ഈ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഗൗരവമേറിയ ഒരു പ്രവണത അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. വിക്ടിം ബ്ലെയിമിംഗ്. അതായത് നടന്നത് എന്താണോ അത് പരാതിക്കാരിയുടെ കൂടെ കുറ്റമാണെന്ന് സ്ഥാപിക്കുക. ഇത്തരം സംഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സ്ത്രീകൾ പഠിച്ചാൽ മതി എന്ന ന്യായീകരണങ്ങൾ തുടങ്ങിയ സ്ത്രീ വിരുദ്ധവും മനുഷ്യാവകാശ വിരുദ്ധവുമായ കുറ്റപ്പെടുത്തലുകളെയാണ് വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറയുക. പുറമേ നിന്ന് നോക്കുമ്പോൾ നിഷ്പക്ഷമെന്ന് തോന്നുന്നതാണ് ഇക്കൂട്ടത്തിൽ പെടാവുന്ന പല പ്രസ്താവനകളും. സത്യം എന്തെന്നറിയുന്നത് വരെ ഞാൻ ആരെയും പിന്തുണയ്ക്കില്ല. ഇങ്ങനെ തുടങ്ങി നിരുപദ്രവകരമെന്ന് തോന്നിപ്പിക്കുന്ന പല വാദങ്ങളും ഇരയെ ഒറ്റപ്പെടുത്തി വേട്ടക്കാരന് കൂടുതൽ പിന്തുണ എത്തിക്കുന്ന സാഹചര്യങ്ങളിലേക്കാവാം എത്തിക്കുക. 1001 എന്ന കണക്കിന് വ്യാജ പരാതികൾ ഉണ്ടായതിന്റെ പേരിൽ എല്ലാ പരാതികളിലും ഇരയെ സംശയിക്കുന്ന പ്രവണത കൂടി കണ്ടുവരാറുണ്ട്. വേട്ടക്കാരന് രക്ഷപ്പെടാനുള്ള പഴുതുകളാണോ അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇനിയും ഒരു പരാതിക്കാരി കൂടി അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഒരു സമൂഹത്തിന്റെ കൂടി കടമയാണ്.